പിന്നെ എന്നാ പിന്നെ ഒരു കാര്യം, ഞാൻ നാളെ അക്കൗണ്ട് ചെക്ക് ചെയ്യും, അതിനകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും കണ്ടേക്കണം. അതെ അതെ അതെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്നറിയാമോ? അതിന്റെ പണിക്കാരോട് പാലം പണി നടക്കുന്ന സമയത്ത് ഒരു ഇത്തിരി കമ്പിയോ സിമന്റോ ഒക്കെ അതിനകത്ത് ചേർത്തേക്കാൻ വേണ്ടി പറയണം. ഇല്ലെങ്കിൽ നാട്ടുകാരെന്നെ ചീത്ത വിളിക്കും. വെറുതെ ഞാൻ അഴിമതിക്കാരനാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ്. ശരി ശരി, ഓക്കെ സാറേ. ഈ നേരിട്ടുള്ള ഇടപാട് ഒന്ന് സൂക്ഷിക്കണം. പാർട്ടിക്കകത്ത് ഭയങ്കര ശത്രുക്കളാ. ഒന്നുമില്ലടോ, കല്ലേറ് കത്തിക്കൂത്ത്, ഈ മാതിരി സമരമുറകളിലൂടെയൊക്കെ കുഴപ്പമില്ല. വളർന്നു വന്ന നേതാവാണ് ഞാൻ, അല്ലേ? അത് എല്ലാ ആളുകൾക്കും അറിയുകയും ചെയ്യാം. ഇനി ഇതായി ഇലക്ഷൻ വരാൻ പോകുന്നു. ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി? താൻ പറ. അതിപ്പോ ഞാനല്ല, താൻ പറ ആരായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ പറയാം, ഞാനായിരിക്കും അടുത്ത മുഖ്യമന്ത്രി. താൻ മുഖ്യമന്ത്രിക്ക് ഒന്ന് ജയ്യുള്ളൂ, കേൾക്കാൻ നല്ല സുഖമായി. അറിയാം. മുഖ്യമന്ത്രി സത്യശീലൻ കീ ജയ്. ഒന്നൂടെ. മുഖ്യമന്ത്രി സത്യശീലൻ കീ ജയ്. മുഖ്യമന്ത്രി സത്യശീലൻ കീ ജയ്. Department of Tamil Nadu. Department of Kerala. ഹലോ ഹലോ, ഒരു മനുഷ്യനില്ലെന്നു. ഇയാൾക്ക് ഇത് എവിടെ പോയി കിടക്കാണ്? ഇവിടെ ഒരു കൃത്യതയില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണിത്. ഒരു വീഡിയോ ഉണ്ടാവുക. വീഡിയോ ഇവിടെ വലിക്കാൻ പാടില്ലടാപ്പ. അപ്പൊ വരയായിരിക്കും. അയ്യോ സത്യ സാറ്, ഇയാള് ചത്ത. അവിടെ ഇരിക്കടാപ്പ. എന്ത് സാറ്? ചത്തു കഴിഞ്ഞാൽ എല്ലാവരും കണക്കാണ്. എല്ലാം ഇവിടെ വരും ശവമായിട്ട്. മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടുമോടുവിൽ വഞ്ചിത നടുവിൽ. ഒന്നും മിണ്ടായിരിക്കട ശവങ്ങളെ. ചത്താലും തലക്കോല് വരൂല്ല വൃത്തികെട്ടവന്മാര്. നമസ്കാരം. നിങ്ങള് പ്യാരിജാതനല്ലേ? ആ പാർട്ടിക്കാരുടെ തല്ലുണ്ട് ചത്തതെന്ന് പറയുന്ന പ്യാരിജാതൻ? ചത്തുന്ന് പറയണല്ല സാറേ, അവന്മാരെന്നെ തല്ലിക്കൊന്നു. എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല. നമ്മുടെ പാർട്ടിയുടെ പോസ്റ്റർ ആരാണ്ടും കീറി. അതൊന്ന് ചോദിക്കാൻ പറഞ്ഞു വിട്ടാണ് എന്നെ നേതാവ്. ഞാൻ അവിടെ ചെന്നിട്ട് ആരാടാ പോസ്റ്റർ കീറിയെന്നൊക്കെ പറഞ്ഞ് 2-3 ബഹളമൊക്കെ ഉണ്ടാക്കി. കുറെ ആളുങ്ങാട് ഓടി കൂടിയിട്ട് എനിക്കൊരു ഒറ്റ കുത്ത് കൂമ്പിനിട്ട് അയ്യോ ഒന്ന് കേട്ട്. പിന്നെ കണ്ണു തുറക്കുമ്പോ ഇവിടെ കേസ് ഇപ്പൊ CBIക്ക് വിട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ അറിഞ്ഞു സാറേ. പക്ഷെ ഇവിടുന്ന് വിടൂല്ലല്ലോ എന്നെ. ചത്തുപോയില്ലേ. ഞാൻ സുമേഷ് കുമാർ, കടപ്പുറത്ത് കാറ്റ് കൊള്ളാൻ വേണ്ടി ഇരിക്കായിരുന്നു. അപ്പോൾ ഒരു ഉണക്കത്തേങ്ങ വന്ന് എന്റെ നെറിയന്തലയിൽ വീണു. അതോടുകൂടി
ഫേസ്ബുക്കിലൊക്കെ ചാറ്റ് ചെയ്ത് ആരാനോടും വരാൻ പറഞ്ഞു, കാമുകീനോടെ. അവര് വന്നില്ല, വന്നത് ഉണക്കത്തേങ്ങയാണ്. തീർന്നു. എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. സാർ ഉദ്ദേശിച്ച യുവകവി ഉണ്ണി ചെറുത്തൂരാൻ. ആ അത് തന്നെ. നമ്മുടെ പല പാർട്ടി സമ്മേളനങ്ങൾക്കും കവിതകൾ പാടിയിട്ടുണ്ട്. സാറിന് സാറിന്റെ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് പോഴത്തി പാടിയിട്ടുണ്ട്. അവസാനം അക്കാഡമി ചെയർമാൻ സ്ഥാനം വരെ എനിക്ക് തരാവുന്നതാണ്. പക്ഷെ ചതിച്ചു സാറേ കഞ്ചാവ്. നല്ല മരുന്നാണ് സാറേ. സാറേ കഞ്ചാവ് അടിക്കുമ്പോ ഒന്ന് ദുബായ് പോണം തോന്നി. കടലിലേക്ക് എടുത്തിയാടി നീന്തി എത്തിയില്ല. ഞാന് ചോദിക്കുന്നോട്ടൊന്നും തോന്നരുത്. സത്യത്തില് നമ്മളിത് എവിടെയാണ്? ഇത് പരലോകത്തിന്റെ ബ്രാഞ്ച് ഓഫീസല്ലേ. ഈ ഓഫീസിലാണ് കേരളത്തിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം, മലയാളികളുടെ. നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഓഫീസാണിത്. നിങ്ങൾ മരിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ ഞാൻ എങ്ങനെ ഇവിടെ വന്നു എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ചത്തറിന്റെ ഉറപ്പാണ്. ഇല്ല, ഞാൻ മരിച്ചിട്ടില്ല. സത്യസാറ് മരിച്ചുകൊണ്ടാണല്ലോ നമ്മളെ കാണാൻ പറ്റുന്നത്. ഞാൻ മരിച്ചിട്ടില്ലാന്ന്. മരിക്കുന്നു. അപ്പൊ ഞാൻ മരിച്ചോ? ആ സാറ് മരിക്കാതെ ഇങ്ങോട്ട് ഓടി വരാൻ സാറിന്റെ പാർട്ടി ഓഫീസായിട്ടാണ്. അയ്യോ, അപ്പൊ എന്റെ ഭാര്യയും കുട്ടികളും? അവര് നാട്ടിലിരുന്ന് കരയുണ്ടാവും. ഒരാഴ്ച കാണും, പിന്നെ നിർത്തിക്കോളും. മോങ്ങണ്ട. സത്യം സാറേ, ഇനി ഇന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടുന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ നമുക്ക് നരകത്തിലോട്ട് കയറി ചെല്ലാനൊക്കെ ഉള്ളൂ. പിന്നെ സ്വർഗത്തിലേക്കാ. സ്വർഗത്തിൽ പോവാൻ നമ്മൾ വല്ല നന്മയും ചെയ്തു വെച്ചിട്ടുണ്ടാ? നരകം തന്നെ, അത് ഉറപ്പാണ്. സത്യ സാറേ എനിക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. എന്റെ ബോഡി കടലിൽ തത്തി കളിക്കുന്നുണ്ടാവും. വല്ല സ്രാവോ മറ്റോ തിന്നോ എന്തോ. പേടിക്കണ്ട, ഞാനിവിടുത്തെ റിസപ്ഷൻ ഇൻചാർജാണ് കേട്ടോ. സാറേ, എന്റെ കാര്യം എന്താ പ്യാരിജാത, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് നടക്കില്ല എന്ന്. വൈഫിനെ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോഴാണ് നേതാവ് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ തല്ലുണ്ടാക്കി ചത്തത്. കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷം കാത്തിരുന്നിട്ടുണ്ടായ ഒരു കുഞ്ഞിക്കാലാണ് സാറേ. അത് ആണാണോ പെണ്ണാണോ എന്റെ രൂപമുണ്ടോ ഒന്നും ഒരു നോക്ക് കാണാനാണ് സാറേ. ദൂരെ മാറി നിന്നിട്ട് ഞാൻ കണ്ടിട്ട് പോന്നോളാം. എന്റെ പ്യാരിജാത, അത് ഈ വല്ലവന്റെയും വാക്കും കേട്ട് തല്ലാനും വെട്ടാനും പോകുന്ന എല്ലാവരുടെയും അവസ്ഥ ഇവിടെ എങ്ങനെയാണ്? നടക്കില്ല പ്യാരിജാത. ഒന്ന് കാണട്ടെ സാറേ, ഞാൻ പെട്ടെന്ന് വരാം സാറേ. സാറേ പ്യാരിജാത, ഞാൻ പറഞ്ഞില്ലേ പ്യാരിജാത നടക്കില്ല എന്ന്. ഒരു അവസരം തന്നാ ഞാൻ വൃത്തിയായിട്ട് ജീവിച്ചോളാം സാറേ. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. സാറേ. ഇല്ല, ഇരുന്നോളൂ, പോയിരുന്നോളൂ. രാജാവേ, എന്താ സുമേഷേ? രാജാവേ, ഞാനൊന്ന് ഭൂമിയിലേക്ക് പോയിക്കോട്ടെ. ഇനിയിപ്പോ ഒന്നും നടക്കില്ല കേട്ടോ. ഒരവസരം. ഇല്ല, അവസരമൊക്കെ കഴിഞ്ഞു, അവസരം കഴിഞ്ഞു, പോയിരുന്നോളൂ. ആ ഉണ്ണിയേ, ഒരു സന്തോഷ വാർത്ത അങ്ങോട്ട് അറിയിക്കട്ടെ. മുങ്ങല് വിദഗ്ധന്മാര് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഉടനെ തന്നെ ബോഡി കിട്ടുന്ന ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അങ്ങൊന്നേ വൈകുന്നേരമാകുമ്പോ കുറച്ച് രസായനം കിട്ടുക കുടിക്കാൻ. എന്താ ഉണ്ണിയെ, ഉണ്ണിയുടെ ക്ലിയറൻസിന്റെ കാര്യം പോലും ഇതുവരെ ഒരു തീരുമാനത്തിലായിട്ടില്ല. പോയിരിക്കട്ടോ. സത്യശീലൻ. സാർ നമസ്കാരം. നമസ്കാരം. സാറേ, ഒരു അബദ്ധം പറ്റി. ഞാന് വഴി തെറ്റി ഈ വഴി വന്നതാണ്. ആ പുറത്തേക്കുള്ള വഴി ഒന്ന് കാണിച്ചു തന്നാ ഞാൻ അതുവഴി പതുക്കെ അങ്ങ് പുറത്തേക്ക് പോയിക്കോളാം. സൂത്രക്കാരൻ. അതെ, നിങ്ങൾ വഴിതെറ്റി വന്നൊന്നുമില്ല, നിങ്ങളെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് തന്നെയാ. സാറേ, ഞാൻ നാട്ടിലൊരു മന്ത്രിയാണ്. അറിയാം, നിങ്ങൾ രാഷ്ട്രീയക്കാര് നാട്ടിൽ കാണിക്കുന്ന കോമഡികളൊക്കെ വീക്കെൻഡിൽ ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ട് ആസ്വദിച്ച് ചിരിക്കുമ്പോഴാ ഞങ്ങളുടെ ഈ ജോലി ഭാരത്തിൽ നിന്ന് ഒരല്പം ആശ്വാസം കിട്ടുന്നേ. സത്യത്തിൽ ഞാൻ മരിച്ചിട്ടില്ലല്ലോ. ഇല്ല, നിങ്ങൾ മരിച്ചിട്ടില്ല. കയ്യാലെ പുറത്തെ തേങ്ങ പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏത് നിമിഷം വേണമെങ്കിലും മരിക്കാം. കാണണോ? കണ്ടോ? നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊന്ന് കണ്ടോ? അയ്യോ, അത് ഞാനല്ലേ? വലിക്കുന്ന വലിയുണ്ടോ? അയ്യോ, നല്ല വലിയാണല്ലോ. ഇനി എന്തോരം വലിക്കാൻ കിടക്കുന്നു. സാറേ, ഇത് ഏത് ഹോസ്പിറ്റല്? ഇത് ദുശാസനക്കുറുപ്പ് മെമ്മോറിയൽ ഹോസ്പിറ്റൽ. അറിയാലോ അല്ലേ?
അയ്യോ, ആ ഹോസ്പിറ്റലിൽ നിന്ന് ഒന്ന് മാറ്റം പറയണം സാറേ. ഏയ് പറ്റില്ല. ഈ ഡോക്ടർക്കാണ് നിങ്ങൾ കൈക്കൂലി മേടിച്ചിട്ട് MBBS സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുത്തത്. അപ്പൊ നിങ്ങൾ ഇയാൾ തന്നെയല്ലേ ചികിത്സിക്കേണ്ടത്. അന്ന് കുറെ കാശ് നിങ്ങൾ പിടുങ്ങി, ഇപ്പോ നിങ്ങളെ അവിടെ കിടത്തിയിട്ട് അയാൾ കാശ് പിടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ മരുന്ന് കുത്തി കയറ്റുക. സാറേ, അയാൾക്ക് ചികിത്സിക്കാൻ അറിഞ്ഞൂടാ സാറേ? അറിയില്ല. ഈ അറിയാൻ പാടില്ലാത്ത ആളാണ് നേരത്തെ വേറെ ഒരുപാട് പേരെ ചികിത്സിച്ചത്. ഇങ്ങനെ ചികിത്സിച്ചാൽ ഞാൻ മരിച്ചു പോകും സാറേ. മരിക്കണം, എന്നായാലും മരിക്കണം. പിന്നെ ഇയാൾ ഒരു ദിവസം എന്റെ മുമ്പിൽ ഇവിടെ വന്ന് ഇതുപോലെ ഇരിക്കും. അപ്പൊ ഞാൻ ചോദിക്കും, സാറേ ഒരു അപേക്ഷയുണ്ട് സാറേ. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വിടണം. നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രിയാണ്. പക്ഷെ നടക്കില്ല സത്യശീല. നാളെ ഇവിടെ അതിലും പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കാറുണ്ട്. ഇവിടുത്തെ HOD-മാരുടെ, അതായത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സിന്റെ. കഴിയുമെങ്കിൽ ഈ HOD-മാരിൽ ആരെങ്കിലും ഒന്ന് സ്വാധീനിക്കാൻ നോക്ക്. അവര് വിചാരിച്ച എന്തെങ്കിലും നടക്കും. അല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലേ? ഒരു വഴിയില്ല സത്യശീല. അത് പോയി. എന്തേ സാറേ പ്രശ്നം? അല്ല, ഈ ലോകത്ത് കേരളത്തിന് മാത്രമുള്ള ഈ ഗോഡ്സോൺ കൺട്രി എന്നുള്ളൊരു പേരുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ? ഈ ഗോഡ്സോൺ കൺട്രി എന്നുള്ള പേര് വല്ല മലേഷ്യക്കോ സിംഗപ്പൂരിനോ ഒക്കെ കൊടുക്കണം എന്നുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കാൻ പോകുന്നു. അയ്യോ എന്ന് പറഞ്ഞ കാര്യം, കേരളത്തിന്റെ മൊത്തം കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചല്ലേ. നിങ്ങൾ എന്താ അവിടെ കിടന്ന് കാണിച്ചു കൊടുക്കുന്നത്? കത്തിക്കുത്ത്, കൊലപാതകം, പെട്രോൾ ഒഴിച്ച് കത്തിക്കല്, എന്തെങ്കിലും ഒന്നുകൊണ്ട് പറഞ്ഞ കൊട്ടേഷൻ ഏൽപ്പിക്കല്, മറ്റേ അമ്മയെ കൊല്ലുന്ന മകൻ, മകനെ കൊല്ലുന്ന അമ്മ, എന്താണത് സാറേ? അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഒറ്റപ്പെട്ട സംഭവം ഇപ്പൊ നിരന്തരം കേട്ടുകൊണ്ടിരിക്കണ കാര്യമാണ്. കേരളമല്ലേ സാർ? ഭരിക്കുന്ന പാർട്ടിയുമായി ബന്ധമുണ്ടെങ്കിൽ അവർക്ക് എന്തും ചെയ്യാം. അതാണ് കേരളം. അങ്ങനെ ഒന്നും പറഞ്ഞ അനുസരിക്കാത്ത ചില ആളുകളാണെങ്കിൽ അവരെ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവരാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ഇവിടെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു പോത്തിനെയും കൊടുത്തിട്ടുണ്ട്. താങ്കൾ എന്താ അദ്ദേഹത്തിനോട് ആ കാര്യം അറിയിക്കാൻ? കാലനോട് ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിരുന്നു സാർ. സാർ, കാലിന് ഇവിടുന്ന് പുറപ്പെട്ടതുമാണ്. എന്നിട്ട് അതെ, കേരളത്തില് എറണാകുളം ജില്ലയില് കുണ്ടന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം. കുണ്ടന്നൂര്. അയ്യോ, എന്തി കുണ്ടന്നൂര് മാത്രം ഇത്ര പ്രശ്നം? അത് ആ സ്ഥലത്തിന്റെ പേരിൽ തന്നെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് സാർ. അതെന്താ? അത് ഈ കുണ്ടന്നൂർ എന്ന് പറയുമ്പോ തന്നെ അതിന്റെ അകത്തൊരു കുണ്ടും കുയ്യും ഒക്കെ ഉണ്ടല്ലോ. സംഭവം എന്താ വെച്ചാൽ അവിടെ ഒരു മേൽപ്പാലം പണി നടക്കുന്നുണ്ട്. കുറെ നാളായി തുടങ്ങിയിട്ട് അത് തീരുന്നുമില്ല. ഇപ്പൊ ഈ റോഡ് മുഴുവൻ ഗട്ടർ കൊണ്ട് നിറഞ്ഞിരിക്കുക. അതുവഴി പോകുന്ന ബൈക്കുകാരെല്ലാവരും തന്നെ ഈ ഗട്ടറിൽ വീഴാ. പലരും ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഇവിടേക്ക് ഇടക്കിടക്ക് ഓരോ ചെറുപ്പക്കാർ വന്നോണ്ടിരിക്കില്ലേ? അതുപോലെ നമ്മുടെ കാലിനും പോത്തും കൂടെ പോകുമ്പോ ഒരു ഗട്ടറിലേക്ക് കാലിനും വീണ്, ഒരു ഗട്ടറിലേക്ക് പോത്തും വീണ്. പോത്തിന്റെ കാലൊടിഞ്ഞ് കാലിന്റെ നെറ്റിയും പൊട്ടി. ഇപ്പൊ ഡോക്ടറെ കാണാൻ വേണ്ടി ആശുപത്രി പോണോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണോ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവിടെ നിൽക്കുക. ആശുപത്രി പോകലെന്ന് പറ. അദ്ദേഹം ഇവിടെ പണിയെടുത്ത മുഴുവൻ കാശും ആശുപത്രി കൊണ്ടേ കൊടുക്കേണ്ടി വരും. ഇങ്ങോട്ട് വരാൻ പറ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇതിനൊക്കെ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണോ അവരെ മുഴുവൻ അവിടെ നിന്ന് പിടിച്ച, അത് ഇനി രാഷ്ട്രീയക്കാരായിക്കോട്ടെ ആരായിക്കോട്ടെ, ആളുകളെ മുഴുവൻ ആ പോത്തുംപുറത്ത് ഇരുത്തിയിട്ട് ഇവിടെ കൊണ്ടുവരാൻ പറയും. ശിക്ഷ ഇവിടെ കൊടുക്കാലോ. ഇനി താങ്കളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. പരിസ്ഥിതി ക്രമസമാധാനാണല്ലോ. കേരളം ഇക്കണ്ട കാലത്തോളം കാണാത്ത ദുരിതങ്ങളാണ് ഇപ്പൊ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താ അവിടെ നടക്കുന്നത്? വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, ഉരുൾപൊട്ടൽ. എന്തത്? ഉരുൾപൊട്ടലല്ലാതെ പിന്നെ മലേന്റെ 4 ഭാഗം കൊണ്ട് തുറന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? എല്ലാം കൂടി കുറ്റൊലിച്ചും കൊണ്ട് പോരൂലേ? അല്ല, അപ്പൊ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ബോധവൽക്കരണം നടത്തേണ്ടത് വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്യുന്നത് താങ്കളുടെ ഉത്തരവാദിത്തമല്ലേ? കൊടുക്കുന്നുണ്ട് സാർ. പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള എല്ലാ ബോധവൽക്കരണവും കൊടുക്കുന്നുണ്ട്. പക്ഷെ പടുകൂറ്റം ബിൽഡിങ്ങുകൾ പണിയാൻ വേണ്ടി മല തുറന്ന് പാറെടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അതെ, ഇതെങ്ങനെ വിട്ടാ ശരിയാവില്ല. ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ശരി സാർ. എന്ത് ശരി സാർ? ആ ടോളിന്റെ കാര്യം ഒന്ന് താങ്കളെ പറഞ്ഞു ഏൽപ്പിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തോ? ടോളോ? ഏടോ, ഇപ്പൊ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ബിസിനസ് ടോളാ. കേരളത്തിലൊരു സ്ഥലം ഉണ്ടല്ലോ, തൃശ്ശൂർ പാലിയേക്കര. ആ ടോൾ 12 കൗണ്ടറാ. എത്ര പൈസ ഒരു ദിവസം പിരിച്ചുണ്ടാക്കണത്? കേരളത്തിലുള്ള ജനങ്ങളുടെ ഇത്ര അധികം പൈസ പിരിച്ചു കൊണ്ടുപോകുമ്പോ ഈ കേന്ദ്രത്തിന് ഇവിടെയുള്ള റോഡുകളെങ്കിലും നേരാക്കാൻ ആ കാശൊന്ന് ഉപയോഗിച്ചുകൂടെ? ഇവരിതൊക്കെ എന്തായിരിക്കും ചെയ്യുന്നത്? അവിടുത്തെ കോർപ്പറേറ്റുകളും ഉദ്യോഗസ്ഥരും ഭരണകർത്താക്കളും ഒക്കെ കൂടി ജനങ്ങളെ പിഴിഞ്ഞ് നശിപ്പിച്ചുകൊണ്ടിരിക്കുക.
ഇവർ ഇനി പൈസ ചുരുട്ടി തിന്നുണ്ടാവുമോ എന്നുള്ളതാണ് എനിക്ക് സംശയം. എന്തൊക്കെ പറഞ്ഞാലും ശരി, അഴിമതി, അക്രമവും പ്രകൃതി ദുരന്തങ്ങളും ഇല്ലാത്ത ഒരു പുതിയ കേരളത്തെ രൂപപ്പെടുത്താൻ എന്തൊക്കെ പദ്ധതികൾ ആവിഷ്കരിക്കണോ അതിനുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് നിങ്ങൾ വന്നാൽ മതി ഇവിടെ. ഇല്ലെങ്കിൽ 4 എണ്ണത്തിന്റെയും പണിയെടുക്കും. 4 ആളോ? ഞങ്ങള് 3 ആളല്ലോ. എന്റെ പോകണോ? ഇനി ഈ സെക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ ഇനി വേറെ ഒന്നുമില്ലല്ലോ. ആ, എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. മിനിഞ്ഞാന്നേ കോഴിമുട്ട കൃത്രിമമായിട്ടുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തന്നെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവനെപ്പോ തീയുണ്ട തീറ്റിച്ചിട്ട് മുട്ട ഇടിപ്പിക്കുക. എത്ര നോക്കട്ടെ. അപ്പൊ ശരി.